ാക്കി മാറ്റുന്നു എന്ന് പോലും നമുക്കറിയില്ല. നമ്മളിവിടെ ഒരുപാട് പേര് കമന്റുകൾ ഇട്ടും അഭിപ്രായങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ കണ്ടു. എന്ന് വെച്ചാൽ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ മരിക്കില്ലേ, പാകിസ്ഥാനിലുള്ള ഒരു മനുഷ്യരല്ലേ, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, അവർ മരിക്കുന്നത് നമുക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും? നമ്മളെ പോലെ തന്നെ ഉറ്റവരും ഉടയവരും ഒക്കെ ഉള്ളവരല്ലേ, അവർക്ക് നഷ്ടം ഉണ്ടാവുന്നതും തീർത്തും നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. മനുഷ്യരെ കൊല്ലുന്നത് ഏത് കാരണം കൊണ്ടാണെങ്കിലും ശരിയല്ല എന്ന് ഒരുപാട് പേര് അഭിപ്രായം പറയുന്നത് കണ്ടു. അത് നമ്മൾ സത്യത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരു മേന്മയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. നമ്മുടെ സമൂഹം കരുണയും ദയയും മറ്റുള്ളവരോട് അനുകമ്പയും ഒക്കെ ഉള്ള സമൂഹമാണ്. നമ്മളാരും കാട്ടുവാസികളോ അല്ലെങ്കിൽ മനുഷ്യത്വമില്ലാത്ത നരഭോജികളോ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇസ്രായേലിൽ മനുഷ്യർ മരിച്ചു വീണാലും വേദനിക്കും, പാലസ്തീനിൽ മനുഷ്യർ മരിച്ചു വീണാലും വേദനിക്കും, പാകിസ്ഥാനിൽ നിരായുധരായിട്ടുള്ള കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒരു കുഴപ്പത്തിനും വരാത്ത ഒന്നിനുമില്ലാത്ത സാധാരണക്കാർ മരിച്ചു വീഴുന്നത് കണ്ടാലും നമുക്ക് വേദനിക്കും. കാരണം നമ്മൾ മനുഷ്യരാണ്, നമ്മളെ കല്ലുകൊണ്ടോ അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടോ അല്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവരെ കുറിച്ച് പോലും നമ്മൾ പലപ്പോഴും ഇവിടെ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ പോലും ഇവിടെ നടക്കുന്നത് നമ്മുടെ സിവിലൈസേഷന്റെ, നമ്മുടെ സംസ്കാരത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ മഹത്വവും മേന്മയുമായിട്ടാണ് ഞാൻ കാണുന്നത്. മാത്രമല്ല ജനാധിപത്യത്തിന്റെ ഒരു വളരെ മനോഹരമായ ഒരു മുഖം കൂടിയാണ്. പക്ഷേ അതേ സമയത്ത് പാകിസ്ഥാന്റെ മിലിറ്ററി ജനറൽ പറഞ്ഞു കൊടുക്കുന്നത് വെറുപ്പാണ്. നിങ്ങൾ തലമുറകളായിട്ട് ഇനിയുള്ള ജനറേഷനെ പഠിപ്പിക്കണം, ഇന്ത്യക്കാരും നമ്മൾ ഒന്നല്ല, നമ്മൾ രണ്ടാണ്, നമ്മൾ ശത്രുക്കളാണ്. അതായത് വെറുപ്പാണ് ഒരു പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മിലിറ്ററി ജനറൽ അവരുടെ ജനങ്ങളുടെ മനസ്സിൽ, കുട്ടികളുടെ മനസ്സിലേക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം എന്താണെന്ന്. അവിടെ മദ്രസകൾ നമ്മുടെ നാട്ടിൽ വിദ്യ പകർന്നു കൊടുക്കുന്ന ഇടമാണെങ്കിൽ പാകിസ്ഥാനിൽ ആയുധം എടുക്കാൻ പഠിപ്പിക്കുന്ന, യുദ്ധം ചെയ്യാൻ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ മറ്റു രാജ്യക്കാരെ വിശേഷിച്ച് ഇന്ത്യക്കാരെ ആക്രമിക്കാൻ പഠിപ്പിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് അവർക്ക് സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് ആയിട്ട് ഉപയോഗിക്കാം. അഥവാ മദ്രസകളുടെ മറവിൽ അവരവിടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ തന്നെയാണ് നടത്തുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു വാർത്തയ്ക്ക് സ്ഥിരീകരണമുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങളിലും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും. എന്ന് വെച്ചാൽ പക്ഷപാതമില്ലാത്ത റിപ്പോർട്ടുകൾ ചെയ്യുന്ന ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വന്ന വാർത്തയാണ്. ഇദ്ദേഹത്തിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ആർക്കും പരിശോധിച്ചാൽ കേൾക്കാവുന്നതാണ്. സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ് ആയിട്ട് മദ്രസകളിലെ വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് തങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നാണ് പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞത്. ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. ഇതൊന്നും കണ്ടിട്ടും ലോക രാജ്യങ്ങൾ അനങ്ങില്ല. കാരണം എല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്, അവിടെ ഇത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ മുൻപ് വീഡിയോ പറഞ്ഞതുപോലെ അത് ഇന്ത്യയുടെ നെഞ്ചത്തോട്ട് കയറാനാണല്ലോ. നമുക്ക് കുഴപ്പമില്ല, ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ നമുക്ക് എന്താണ്, കാണാൻ നല്ല ചേലുണ്ട്, കണ്ടുകൊണ്ടിരിക്കാം, വേണമെങ്കിൽ ഒന്ന് സഹകരിക്കാം, അത്ര തന്നെ. അവനവന്റെ നെഞ്ചത്തോട്ട് വരുമ്പോൾ മനസ്സിലാവും. ഇന്ന് മിണ്ടാതിരിക്കുന്ന വിദേശ ശക്തികളെല്ലാം, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു കാലത്ത് കണ്ണീരോടെ കരഞ്ഞ് നിലവിളിക്കുന്നത് നമ്മൾ കാണും. ഒരു സംശയം വേണ്ട. കാരണം ഭീകരവാദം എന്ന് പറയുന്നത് അത്രയും അപകടകരമായിട്ടുള്ള ഒന്നാണ്, അതിലൊരു തർക്കവുമില്ല. മറ്റൊരു വീഡിയോ